വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ PSC എക്സാമിലും ഒരു 5-6 ക്വസ്റ്റ്യനെങ്കിലും ഇതിൽ നിന്നുണ്ടായിരിക്കും. കമ്മീഷൻ്റെ ഭാഗമാണ്. ഒരു ക്വസ്റ്റ്യനെങ്കിലും ഇല്ലാത്തൊരു പേപ്പർ ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് നോക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിൽ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണ്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. അതായത് കമ്മീഷൻസിലെ പല കമ്മീഷൻസ് ഉണ്ട്. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതിൽ നമുക്ക് കുറച്ച് കോഡ്സുകൾ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനം, മനുഷ്യാവകാശ ലംഘനം, സ്ത്രീ സുരക്ഷാ നടപടികൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ന്യൂനപക്ഷാവകാശ സംരക്ഷണത്തിൽ കുറേ കമ്മീഷൻസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? സ്ഥാപനങ്ങളെ നമുക്ക് എന്തൊക്കെ തരംതിരിക്കാം? ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും അതുപോലെ തന്നെ ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടനേതര സ്ഥാപനങ്ങളുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഭരണഘടനയായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണല്ലേ. അപ്പോൾ എന്തെങ്കിലും ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളനുസരിച്ച് എന്താണ് ചെയ്യുന്നത്? അനുസരിച്ചിട്ട് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. അപ്പോൾ ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്, പക്ഷെ എന്താണ് എപ്പോഴെങ്കിലും ആയിരിക്കില്ല കിട്ടുന്നത്. ഭരണഘടന വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഭരണഘടനാ പദവി ഉണ്ടായിരിക്കും. അല്ലാണ്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് വരുന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിനാവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത്? സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം. എന്തൊക്കെയാണ് പറഞ്ഞത്? സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യ വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ നടപ്പിലാക്കുന്നതിൽ എന്തുണ്ട്? നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം ദുർബലരായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിൽ മാത്രമാണ്. അപ്പോൾ ജനാധിപത്യ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ
ജനാധിപത്യ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ആരൊക്കെ വേണം? എല്ലാവരും സമ്പന്നരും അതുപോലെ തന്നെ വലിയ ആൾക്കാർ മാത്രം മതിയോ? അത് മാത്രമല്ല അരികുവൽക്കരിക്കപ്പെട്ടവർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചാപ്റ്ററിൽ അരികുവൽക്കരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് നമ്മൾ ഒരു CRT എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പം അരികുവൽക്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ദുർബലരായ ജനവിഭാഗങ്ങളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവണം. അതിനെയാണ് എന്ന് പറയുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വെച്ചാൽ നോക്കിയൊക്കെ നോ യുവർ വേ അറൗണ്ട് എ ബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടല്ലേ. വോട്ട് ചെയ്യുന്നതൊക്കെ നൽകിയിട്ടുണ്ട്. ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത്? തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് അല്ലേ. തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ ഭരണാധികാരികളൊക്കെ അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് നടത്താണ് അല്ലേ ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ട ആവശ്യമുള്ള ജനപ്രതിനിധികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഭരണാധികാരികളുണ്ടായിരിക്കും. ഇവരൊക്കെ അധികാരത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിലവിൽ വന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് അനുച്ഛേദം എന്ന് പറയുന്നത്? 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 324. അതുപോലെ തന്നെ എന്നാണ് നിലവിൽ വന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 25. 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കിയേ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ 2 കമ്മീഷണർമാർ, അതായത് ടോട്ടൽ 3 പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നത്. 3 തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരാണ്. അതിൽ ഒരാളെന്ന് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും. ബാക്കി 2 കമ്മീഷണർമാരും ചേർന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇവർ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ കാലാവധി എത്രയാണ് പറഞ്ഞത്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏത് ചോദിക്കാറുണ്ട് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്ത് പറയുന്നത്? കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ സാധിക്കൂ. ഇംപീച്ച്മെൻറ്റിലൂടെ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്താണ് ചെയ്യുന്നത്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറഞ്ഞത്? ഏത് ആർട്ടിക്കിളായിരുന്നു? ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ വന്നത് 1950 ജനുവരി 25 ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു കാലാവധി? എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 3 അംഗങ്ങളുണ്ടായിരിക്കും. ഒരാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞത്? ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. എങ്ങനെയാണ് പുറത്താക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇംപീച്ച്മെൻറ്റിലൂടെയാണ്. പിന്നെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? നിയന്ത്രിക്കുന്ന ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്.
ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. EVM എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. കുറച്ചും കൂടി എന്താക്കി ചെയ്യുക, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കണ്ടെത്തിയത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ എന്നാണ് പറയുന്നത്, 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പിനായിട്ട് ആദ്യമായിട്ട് EVM ഉപയോഗിച്ചത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. 2004 പാർലമെൻറ്റിലെ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അല്ലെങ്കിൽ VVPAT സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇതിൽ എന്തുണ്ട്, VVPAT ഉണ്ട്. വോട്ടർ വെരിഫൈഡ് എന്നാണ് ഫുൾ ഫോം, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുവാനും തെരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കുവാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, കുറച്ചും കൂടി എളുപ്പത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് EVM വന്നത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. പിന്നീട് പാർലമെൻറ്റിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയലും അതുപോലെ തന്നെ സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിനായിട്ട് രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇംപീച്ച്മെൻറ്റ്? ഇംപീച്ച്മെൻറ്റിലൂടെയാണ് നീക്കം ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്, ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാ പറഞ്ഞത്, ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി അല്ലേ പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. എന്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ എന്നിവ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. അപ്പോൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കൽ, തുടർ നടപടികൾ സ്വീകരിക്കൽ എന്നിവയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്യങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവുമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. 327 വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്, സുസംഘടിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലമായ സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളാണ് ഈ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിനായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ജനപ്രാതിനിധ്യ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതെന്നായിരുന്നു 1950ലും 51ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏത് വകുപ്പ് അനുസരിച്ചായിരുന്നു? ആർട്ടിക്കിൾ 327 വകുപ്പ് അനുസരിച്ചിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നിയമങ്ങളെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനപ്രാതിനിധ്യ നിയമങ്ങളിൽ എന്ത് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 327 ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്താണ് ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്? 1950ലാണ് വന്നതെന്ന് പറഞ്ഞു. ജനപ്രാതിനിധ്യ നിയമം 1950. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു 1950ലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്? പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണ്ണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഈ നിയമത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണ്ണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവയൊക്കെ ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ദേശീയ സമ്മതിദായക ദിനം എന്ന് പറയുന്നത്? എന്താണ് ദേശീയ സമ്മതിദായക ദിനം എന്ന് പറയുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ജനുവരി 25 അല്ലേ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ആ സ്ഥാപക ദിനം എന്ന് പറയുന്നത് ജനുവരി 25 വരേണ്ടത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. അപ്പോൾ എന്നായിരുന്നു 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത്. അപ്പോൾ ആ ജനുവരി 25 സമ്മതിദായക ദിനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനപ്രാതിനിധ്യ നിയമം 1950 എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നത് നമുക്ക്? ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ അംഗങ്ങളെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. അവരുടെ യോഗ്യത അതൊക്കെ നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് 1951 ജനപ്രാതിനിധ്യ നിയമം വന്നത്. ഈ നിയമത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച്
അംഗങ്ങളുടെ അയോഗ്യതകളും യോഗ്യതകളും എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന സഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും നിയമത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്തായിരുന്നു? അംഗങ്ങളുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെയും സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെയും യോഗ്യത, അയോഗ്യത, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, പിന്നെ എന്നിട്ട് പാർട്ടികൾ, ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ് 1951 ജനപ്രാതിനിധ്യ നിയമം പറയുന്നത്. അപ്പോൾ ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഏതായിരുന്നു ഭേദഗതി? 73, 74 ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനയുടെ 243K, 243ZA അറിയായിരിക്കും അല്ലേ. 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുച്ഛേദം എന്ന് പറയുന്നത്? 243K, 243ZA എന്നിവയൊക്കെയാണ് അല്ലേ. ഏതായിരുന്നു ഭേദഗതി? 73ഉം 74 ഭേദഗതികളിലൂടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലകളാണ്. പഠിച്ചു വയ്ക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി എന്നാണ് നിലവിൽ വന്നത്? 1993 ഡിസംബർ 3-നാണ് നിലവിൽ വന്നത്. 1993 ഡിസംബർ 3-നാണ് നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പെന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയുറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഈ 3 വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദിനം എന്ന് പറയുന്നത്? ഡിസംബർ 10-നാണ് അല്ലേ. ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാരണമാണ് ഡിസംബർ 10 എന്നുള്ള ഡേറ്റ് വന്നതെന്ന് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കിയിട്ട് പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12-നാണ്
പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. കമ്മീഷൻ്റെ ആസ്ഥാനം എന്താണ്? ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. അപ്പോൾ എത്ര അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ? 6 അംഗങ്ങളാണ് ഉള്ളത്. ആരുൾപ്പെടെ? ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്ല, അതാണെങ്കിൽ 5 അംഗങ്ങളുള്ളൂ. വിരമിച്ച ആരായിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞു? എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? 6 അംഗങ്ങളാണുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 6 അംഗങ്ങളുള്ളത്. അതുപോലെ തന്നെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജി ആയിരിക്കും ഇവിടെ ആരായി വരുന്നത്? അധ്യക്ഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ എത്രയായിരുന്നു കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1993-ലാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993-ലാണെന്ന് പറഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യാവകാശ കമ്മീഷനുകളും അതുപോലെ തന്നെ കോടതികളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 28 കേട്ടോ. 1993 സെപ്റ്റംബർ 28-നാണ് എന്ത് വന്നത്? ഈ നിയമം നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യാവകാശ നിയമമാണെന്നുണ്ടെങ്കിലും ഇതിലെന്തൊക്കെ പറയുന്നുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, മനുഷ്യാവകാശ കോടതി, വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേറെ കമ്മീഷൻസ് ആയിട്ടുള്ള ഏതൊക്കെ കമ്മീഷൻസ് പറഞ്ഞു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. അതുപോലെ തന്നെ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടി പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഇപ്പം അടുത്ത് നടന്ന എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിനായിരുന്നു പ്രിലിംസിന് LDCക്കായിരുന്നു തോന്നുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്. എന്താണ് ചുമതലകൾ പെടാത്തത് എന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷ
സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇനി എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ മനുഷ്യാവകാശ നിയമവും പഠിച്ചു. ഇനി എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളിലുള്ളതാണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. അതുപോലെ തന്നെ 3 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 3 അംഗങ്ങൾ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജി ആയിരിക്കും, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. മനുഷ്യനെന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവുമാകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 2 ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലൂടെ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. തുല്യനീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്താണ്? സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്? 1992 ജനുവരി 31 സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്? ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിലവിൽ വന്നത് 1992 ജനുവരി 31 നിലവിൽ വന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറഞ്ഞത്? ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയാണ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്.
അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം, ഇൻ്റർനാഷണൽ വുമൺസ് ഡേ എന്ന് പറയുന്നത് എന്നാണ്? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി എന്താണ് ചുമതലകൾ എന്ന് പറയുന്നത്? എന്തിൻ്റെ ചുമതലകളാണ് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. കുറേ നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണ് നിയമങ്ങൾ എന്ന് നോക്കാം. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന നിരോധന നിയമം എന്നാണ് 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം 1961 നിലവിൽ വന്നത്. ഇനി എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം? 2005 ഗാർഹിക പീഡന നിരോധന നിയമം വന്നത്. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. 2006 ഒക്ടോബർ 26 ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അഭിമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന് വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും നിയമം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം വന്നത് 2006 ഒക്ടോബർ 26. ഇനി എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാണ് വന്നത്? 1996 മാർച്ച് 14. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരിയായിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ, അപ്പോൾ 5 അംഗങ്ങളുണ്ട് അല്ലേ? ചെയർപേഴ്സണെ കൂടാതെയാണ് 4 അംഗങ്ങൾ. അപ്പോൾ 5 അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത്. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലയിൽ വന്നത് 1996 മാർച്ച് 14. ആരായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? സുഗതകുമാരിയായിരുന്നു. ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നെ എത്ര അംഗങ്ങളുണ്ടായിരിക്കും?
5 അംഗങ്ങളുണ്ടായിരിക്കും. ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങളുണ്ടായിരിക്കും. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിലേറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കലാകാലങ്ങളിലായിട്ട് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യാവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇനി എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കും കഴിഞ്ഞു അല്ലേ? വനിതാ കമ്മീഷനും കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച്, ഇപ്പോൾ കുറേ ന്യൂനപക്ഷങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്ലേ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷൻ്റെ സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നാണ് നിലവിൽ വന്നത്. 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആരാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും. അപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? ടോട്ടൽ 7 അംഗങ്ങളുണ്ട് അല്ലേ? 7 അംഗങ്ങളാണുള്ളത്. 2 ആരാണ്? ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഉണ്ട്. ബാക്കി 5 അംഗങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന. ആരാണ്? രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ അംഗങ്ങൾ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഇനി എന്താണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? എന്നാണ് നിലവിൽ വന്നത്? 2013 കേട്ടോ. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങൾ തന്നെയുണ്ടോ? 4 അംഗങ്ങളാണ്. അപ്പോൾ ടോട്ടൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? 6 അംഗങ്ങളുണ്ട്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? തെറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ, ഇവിടെ 5 അംഗങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ എത്രയാണ് അംഗങ്ങൾ? 4 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 3 വർഷം തന്നെയാണ് കാലാവധി എന്ന് പറയുന്നത്. ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്ന കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്.
എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഇനി എന്താണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പം ന്യൂനപക്ഷ കമ്മീഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ഒരു കോഴ്സ് പറയുന്നുണ്ട് അല്ലേ. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അല്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകുകയില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണെന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ലെന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യുന്നു നാം എപ്പോഴും ഓർമ്മിക്കണം. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത്. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നും പ്രാധാന്യമാണ്. 2004 രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങൾ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5 അംഗങ്ങൾ അല്ലേ. 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി, 3 വർഷമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? പട്ടികജാതി വർഗ കമ്മീഷൻ 2 കമ്മീഷൻ നിലയിൽ വന്നത് 2004. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ 5 അംഗങ്ങളാണ്. അതുപോലെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആസ്ഥാനം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ നിയമങ്ങൾ പറയുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 എന്ന് പറയുന്നത് അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ്. 1989 പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശ്യങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം എന്ന് പറയുന്നത്. 1989 നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും നിയമലംഘനങ്ങളും എന്തെന്ന് കുറ്റക്കാർക്കുള്ള ശിക്ഷകൾ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ എന്ന് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, അവരുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്ര വർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റു 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിനും പുരോഗതി ഉറപ്പാക്കുന്നതിനൊക്കെ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനാണ്. ചെയർപേഴ്സണും മറ്റു 2 അംഗങ്ങളും ഉൾപ്പെടുന്നത് അല്ലേ. 3 അംഗങ്ങളിൽ. അപ്പോൾ 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന
ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. അപ്പോൾ നമ്മളുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു പ്രസംഗം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകും. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമൂഹത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിനൊരേ ഒരു പോംവഴി താഴ്ന്ന നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. അപ്പോൾ എത്രയാണ് ടോട്ടൽ അംഗങ്ങൾ എന്ന് പറയുന്നത്? 5 അംഗങ്ങളാണ് അല്ലേ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉണ്ട്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത്. അപ്പോൾ പിന്നോക്ക അവസ്ഥയിലുള്ള ആൾക്കാരെ സംരക്ഷണം ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കമ്മീഷൻ നിലവിൽ വന്നത് 1993 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. 2018 ഭരണഘടനാ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്? പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായുള്ള ശുപാർശകൾ നൽകുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ഷേമത്തിന്, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുക. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്താണ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്? എന്നാണ് നിലവിൽ വന്നത്? 1993 നിലവിൽ വന്നത്. 3 വർഷമാണ് കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? 1993 നിലവിൽ വന്നത്. 3 വർഷമാണ് കാലാവധി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്കെന്ന് പറഞ്ഞിട്ട് ഒരു UPSCനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുകൂടിയും കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുണ്ടോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്, അതായത് നമ്മൾ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ അത് വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യങ്ങളുമുള്ള നമ്മുടെ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്തണമെന്നൊക്കെ ജസ്റ്റ് വായിച്ചു പോകാവുന്നുള്ളൂ. എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്? UPSC വന്നത് എന്താണെന്ന് നോക്കാം. ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. 6 നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്
നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിലൂടെ പരീക്ഷകളുടെയും അഭിമുഖങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കമ്മീഷൻ്റെ മുഖ്യ ചുമതലയാണ്. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായിട്ട് നിയമനങ്ങൾ നടത്തുന്നതാണ് അതാത് സംസ്ഥാനങ്ങളിലെ PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിൽ ഇതിനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എന്ന് വെച്ചാൽ ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായിട്ടുള്ളതാണ്, നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായതാണ്. അനുച്ഛേദം 326 പ്രകാരമാണ്. 11 അംഗങ്ങളാണ് ഉള്ളത്. ചെയർപേഴ്സണ് 10 അംഗങ്ങളും കമ്മീഷനിലുണ്ട്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ കേരള PSC ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കമ്മീഷൻസിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫ്, എല്ലാത്തിനും കുറിച്ചൊരു ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട്. അതിനെ പങ്കും തൊട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും, 7 അംഗങ്ങളിൽ അപ്പോൾ ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2007 മാർച്ച് 5-നാണ് നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അല്ലേ? കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവയാണ് കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.